നമസ്കാരം. ഞാൻ NGR നമ്പൂതിരി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹർദ്ദമായ സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം ആവണംകോട് സരസ്വതി ക്ഷേത്രത്തെക്കുറിച്ചാണ്. ആവണംകോട് സരസ്വതി ക്ഷേത്രത്തിൽ പോയി നാവിൻ്റെ രൂപം, മണി, നാരായം എന്നിവ നടക്കൽ വച്ചാൽ കുട്ടികൾ സ്ഫുടമായി സംസാരിക്കുകയും നന്നായി പഠിക്കുകയും നല്ല കയ്യക്ഷരം ലഭിക്കുകയും ചെയ്യുമെന്നാണ് ഒരു വിശ്വാസം. ഇവിടെ പൂജിച്ചു തരുന്ന സാരസ്വതഘൃതം, അതായത് ഒരു ആയുർവേദ മരുന്നുകൂടിയാണ് അത്. ആ സാരസ്വതഘൃതം കഴിച്ചാൽ കുട്ടികൾക്ക് പഠനത്തിൽ കൂടുതൽ താല്പര്യമുണ്ടാവുകയും പരീക്ഷകളിൽ ഉന്നത വിജയം ലഭിക്കുകയും ചെയ്യുമത്രേ. അതുപോലെ തന്നെ ജാതകത്തിൽ ബുധന് മൗഢ്യം, അതായത് ബുധന് ബലക്കുറവുള്ളവർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. സാക്ഷാൽ ജഗദ്ഗുരു ശങ്കരാചാര്യരെ എഴുത്തിനിരുത്തിയത് ഇവിടെയായിരുന്നത്രേ. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന അദ്ദേഹം കുട്ടിക്കാലത്തെ അച്ഛൻ മരിച്ചു പോയതിനാൽ അമ്മാത്തായിരുന്നു വളർന്നത്. അമ്മാത്ത് എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഇല്ലം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പാരമ്പര്യ രീതിയിൽ നമ്പൂതിരി സമ്പ്രദായമനുസരിച്ച് മനയിൽ വച്ച് പൂജകൾ നടത്തിയ ശേഷമുള്ള എഴുത്തിനിരുത്ത് നടന്നില്ല. പിന്നീട് കാലടിയിൽ നിന്ന് ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നാണ് അമ്മ അദ്ദേഹത്തെ എഴുത്തിനിരുത്തിയത് എന്നാണ് ഐതിഹ്യം. ഇവിടത്തെ പ്രധാന വഴിപാട് വിദ്യാവാഗേശ്വരി പൂജയും മഹാഭിഷേകവുമാണ്. വിദ്യാമന്ത്രം, സാരസ്വതം, ദ്വാദശാക്ഷരി പുഷ്പാഞ്ജലികളും ഇവിടെ നടത്തി വരുന്നുണ്ട്. ദേവിയുടെ ഇഷ്ടനിവേദ്യം ശർക്കര പായസമാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു നിവേദ്യമാണ് ത്രിമധുരം. ഈ രണ്ട് നിവേദ്യങ്ങൾ ഇവിടെ നിത്യവും നിവേദിക്കുന്നു. നാവിൻ്റെ രൂപം, മണി, നാരായം എന്നിവ ക്ഷേത്രത്തിൽ പണമടച്ചു വാങ്ങി നമുക്ക് നടക്കൽ വച്ച് നല്ലതുപോലെ പ്രാർത്ഥിക്കാം. ഏകദേശം ഒരു 1200 വർഷത്തിലധികം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ പരശുരാമൻ കണ്ടെത്തിയ സ്വയംഭൂവായ ദേവിയാണ്. ശാന്തസ്വരൂപിണിയായ കുമാരിയാണ് ഇവിടെ ദേവി. 108 ദുർഗാക്ഷേത്രങ്ങളിൽ ഇതും ഉൾപ്പെടുന്നു. മിഥുനമാസത്തിലെ പൂയം നാളിലാണ് പരശുരാമൻ ഇവിടെ ദേവീ ചൈതന്യം കണ്ടെത്തിയത് എന്നാണ് വിശ്വാസം. ആ ദിവസമാണ് പ്രതിഷ്ഠാ ദിവസമായി ഇന്നും ആചരിച്ചു പോരുന്നത്. പ്രതിഷ്ഠ എന്നൊക്കെ പറഞ്ഞ സ്വയംഭൂ ആയതുകൊണ്ട് ഇവിടെ പ്രതിഷ്ഠാദിനം ആചരിക്കുന്നു എന്ന് മാത്രം. യഥാർത്ഥത്തിൽ സ്വയംഭൂ ആയതുകൊണ്ട് ഇവിടെ പ്രതിഷ്ഠയില്ല, ഒരു ശില മാത്രമാണുള്ളത്. ബാക്കി ഭാഗം ഭൂമിക്കടിയിലാണ്. സാധാരണ ദിവസങ്ങളിൽ വെള്ളി ഗോളകയാണ് വയ്ക്കുന്നത്. വിശേഷ ദിവസങ്ങളിൽ സ്വർണഗോളകയും. വൃശ്ചികത്തിലെ കാർത്തിക വിളക്കും കന്നിയിലെ നവരാത്രിയും ഇവിടെ വിശേഷാണ്. മീനമാസത്തിലാണ് ഉത്സവം. അതായത് ഉത്രം നാളിൽ ആറാട്ടു വരുന്ന രീതിയിൽ 10 ദിവസം മുൻപ് കൊടിയേറും. മുൻകാലങ്ങളിൽ 7 ക്ഷേത്രങ്ങളിൽ എഴുന്നള്ളി പൂരം ആഘോഷിച്ചിരുന്നു. വേങ്ങൂർ, മാണിക്യമംഗലം, ചെങ്ങൽ, എടാട്ട്, ആവണംകോട്, നായത്തോട്, എഴിപ്രം എന്നിവ 6 സഹോദരിമാരും ഒരു സഹോദരനുമാണെന്നാണ് വിശ്വാസം. നായത്തോട് ക്ഷേത്രത്തിലെ മൂർത്തി ശങ്കരനാരായണനാണ്. കിടങ്ങശ്ശേരി തരണനല്ലൂർ രാമൻ നമ്പൂരിപ്പാടാണ് തന്ത്രി. ഇത് ഒരു ഊരാള ക്ഷേത്രമാണ്. നാരായണൻ ഭട്ടതിരിപ്പാടാണ് അതിൻ്റെ ട്രസ്റ്റി. ആവണംകോട് ദേവി പടിഞ്ഞാറോട്ട് ദർശനമായാണ് ഇരിക്കുന്നത്. ഗണപതി, ശിവൻ എന്നിവർ ഉപദേവന്മാരായിട്ടും സിംഹം, അതായത് സരസ്വതീ ദേവിയുടെ വാഹനം, അതും ഉപദേവന്മാരിൽ പെടും. ക്ഷേത്രത്തിന് പുറത്തായി ശാസ്താവും ഭദ്രകാളിയും കിഴക്കോട്ട് ദർശനമായി ഇരിക്കുന്ന മറ്റൊരു ക്ഷേത്രവും അവിടെയുണ്ട്. രാവിലെ 5 മണിക്ക് നട തുറന്ന് നിർമ്മല്യ ദർശനം, 5:30 ഉഷപൂജ, ഏകദേശം ഒരു 7:45 പന്തീരടി പൂജ, ഒരു 9:30
ഉച്ചപൂജ. രാവിലെ 10 മണിയോടുകൂടി നടയടയ്ക്കും. വൈകിട്ട് 5:30 നട തുറക്കും. 6:30 ദീപാരാധന. 7:30 അത്താഴപൂജ. ഏകദേശം ഒരു 7:45 നടയടയ്ക്കും. രാവിലെ ആദ്യം 5:30 നടക്കുന്ന പൂജ സരസ്വതീ സങ്കല്പത്തിലും 7:45 പൂജ ദുർഗാ സങ്കല്പത്തിലുമാണ്. ഇത് എറണാകുളം ജില്ലയിലെ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏതാണ്ട് 11 കിലോമീറ്ററും അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 9 കിലോമീറ്ററും അകലെയായി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൻ്റെ തെക്കുവശത്ത് മതിലിനോട് ചേർന്നാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അവസരം കിട്ടുന്ന മുറയ്ക്ക്, അതായത് നവരാത്രി ദിനങ്ങളിലോ, ഇനിയിപ്പോൾ അത് പറ്റില്ലാച്ചാ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങളുടെ കുട്ടികളെ സാക്ഷാൽ സരസ്വതീ ദേവിയുടെ നടയിൽ ചെന്ന് തൊഴിയിപ്പിച്ച് യഥാശക്തി വഴിപാടുകൾ ചെയ്യിക്കണം. അത് കുട്ടികളുടെ വിദ്യാവിജയത്തിനും അതിവിശേഷ ബുദ്ധി ലഭിക്കുന്നതിനും ഒക്കെ നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ആവണംകോട് സരസ്വതി ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഈ വിഷയം ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.